സർ, KCBC കട്ടക്ക് രംഗത്ത് വരികയാണ്. മര്യാദയ്ക്ക് വഖഫ് ബില്ലിനെ പിന്തുണച്ചു, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ തോപ്പിക്കും. പറയുന്നത് UDF-നോടാണ്. എന്തായിരിക്കും UDF-ന്റെ നിലപാട്? കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കേരള കാത്തലിക്സ് ബിഷപ്സ് കോൺഫറൻസ് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് ഒരു വാണിംഗ് എന്ന നിലയിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്. KCBC മുമ്പും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത്തവണ ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ നീതികേട് കേരളീയ സമൂഹം പൊതുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടും കൂടെ വെച്ചിട്ട് ഈ ആഴ്ചയിൽ പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള 29 MP-മാർ, രാജ്യസഭയിലും ലോക്സഭയിലുള്ള 29 MP-മാർ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഈ ബില്ലിനെ എതിർക്കാൻ രാഷ്ട്രീയ കാരണങ്ങളുള്ളവരാണ്. സുരേഷ് ഗോപി ഒഴികെയുള്ളവരെല്ലാം ഈ ബില്ലിനെ എതിർക്കാനായിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലാത്തവരുമായ രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള എല്ലാ MP-മാരും വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം. അത് അനുകൂലിക്കേണ്ടത് മുനമ്പം പോലെ ഉള്ള ഒരു അനീതിക്ക് പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. കാരണം കോടതിയിൽ വഖഫ് ബോർഡിന് അനുകൂലമായി അഭിപ്രായങ്ങളും തീരുമാനങ്ങളും വന്നു. വേറെ എല്ലാ തരത്തിലും ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിന് അനുകൂലമാണ്. അതിൻ്റെ പൊസഷൻ ഇല്ലീഗലായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നിയമം ഭേദഗതി ചെയ്തേ ഇതിൽ മുനമ്പത്തുള്ള ആളുകൾക്ക് അവരുടെ കിടപ്പാടത്തിൽ അവരുടെ ജന്മാവകാശം ഉള്ള അവരുടെ ഭൂമിയിൽ അവർക്ക് അവകാശം സ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നിലവിൽ ഏതോ കാലത്ത് കേരളത്തിൽ ഇന്ത്യയിലുണ്ടാക്കിയ ഒരു വഖഫ് നിയമത്തിൻ്റെ പേരും പറഞ്ഞ് ഏത് ഭൂമിയും വഖഫിന് അനുകൂലമാക്കി മാറ്റുന്ന ഒരു അവസ്ഥാവിശേഷം മാറ്റിയെടുക്കണം. അത് ഇന്ത്യയിലെ സാമാന്യ നീതിക്കും യുക്തിക്കും നിരക്കുന്ന ഒരു ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഈ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ പാർലമെൻറ്റിൽ വലിയ വിവാദമുണ്ടായി. രാഷ്ട്രീയ കാരണങ്ങളാൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും രണ്ട് ചേരിയായി നിന്നു. ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഗവൺമെൻറ് ഒരു വിശാലമായൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. ഇത് നമുക്ക് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടാം. അവർ അതിന് രണ്ട് പക്ഷത്തുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ അഭിപ്രായങ്ങളോടെ ഈ ഭേദഗതി നിയമത്തിൻ്റെ റിപ്പോർട്ട് അവർ സമർപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ബില്ല് ഈ ആഴ്ച വരികയാണ്. ബില്ല് പാർലമെൻറ്റിൽ വരികയാണ്. മിക്കവാറും ഏപ്രിൽ 4-ാം തീയതിയോ മറ്റോ വരും. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിന് ഭൂരിപക്ഷം ഉണ്ടാകണം രണ്ട് സഭയിലും, എന്നാലേ അത് നിയമമാകുകയുള്ളൂ. അത് നിയമമായില്ലെങ്കിൽ ഇതുപോലെ മുനമ്പത്തെ സാധാരണക്കാരായ ആളുകളെ പോലെ അനേകായിരം ആളുകൾ കഷ്ടപ്പെടും. അവരുടെ കിടപ്പാടം പോലും ഇല്ലാതെയാകും. ഈ അവസ്ഥാവിശേഷം മാനുഷികമായി പരിഹരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ നിയമപരമായ ഒരു പരിഹാരമേ ഉള്ളൂ. ആ നിയമപരമായ പരിഹാരത്തിന് പുതിയൊരു നിയമനിർമ്മാണം അത്യാവശ്യമാണ്. മാനുഷിക പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ആ മാനുഷിക പരിഗണന ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നിയമനിർമ്മാണം വേണം. അതിനാണ് പാർലമെൻറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രക്രിയയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് കേരളത്തിലെ ജനപ്രതിനിധികൾ അനുകൂലമായി നിന്നില്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഈ വസ്തുത തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം മുനമ്പത്ത് വന്ന് അവിടുത്തെ സമര വേദിയിൽ വന്ന് അദ്ദേഹം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി നിലപാടിൽ മയപ്പെടുത്തുകയും ചൂടുമാറ്റുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അടക്കം കോൺഗ്രസ്സിലെയും കേരള കോൺഗ്രസ്സിലെയും മുസ്ലിം ലീഗിലെയും എല്ലാ പാർട്ടിയിലെയും ആളുകൾ ഈ ബില്ലിനെ ഇപ്പോൾ അനുകൂലിക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്, ഇന്ത്യയുടെ പൊതുവായ ആവശ്യമാണ്. അതാണ് KCBC ആ പ്രമേയത്തിലൂടെ അവർ
ധ്വനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആവശ്യം. സർ, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ കൂടുതൽ പേരും കത്തോലിക്ക സഭക്കാരാണ്. അതെ. അപ്പോൾ അവർ തന്നെ വഖഫ് ബില്ലിനെ പിന്തുണച്ചില്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എത്തുമെന്ന് പറയുമ്പോൾ ഇത് UDF-നോടുള്ള ഒരു ഭീഷണി കൂടിയാണോ KCBCയുടെ? കാരണം ഈ ഭൂമി ആർക്കോ ആരെന്ന് പോലും അറിയാത്തവർ കൊണ്ടുപോകുന്നു, തങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എന്നിട്ട് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാർ ആ വഖഫിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തും. ഇത് ഞങ്ങൾ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ ഒരു ഭീഷണിയായിട്ട് തന്നെ നിങ്ങൾ കരുതിക്കോളൂ, ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും എന്ന് തന്നെയാണോ കത്തോലിക്ക സഭ? അതെ, കത്തോലിക്ക സഭ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അവർ രാഷ്ട്രീയമായി ഇതിനെ സമീപിക്കുകയും ചെയ്താൽ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്ന UDF-ന്റെ പകുതി MP-മാരും ഇനി പാർലമെൻറ്റ് കാണത്തില്ല. അത് ചാലക്കുടി, കോട്ടയം പല സീറ്റ് ഇതിലുണ്ടല്ലോ. അവരാരും ഇന്ന് പ്രമുഖ നേതാക്കളൊക്കെയാണ്, അവരാരും ഇനി പാർലമെൻറ്റ് കാണില്ല, അസംബ്ലിയും കാണില്ല. അതാണ് കാത്തലിക് സഭയുടെ പ്രത്യേകത. അവർക്ക് വോട്ടിൽ നിയന്ത്രിക്കുന്നതിൽ പള്ളിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സമുദായമാണത് കാത്തലിക്. അവർക്ക് സ്വന്തമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന കേരള കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനമുണ്ട്. അതുപോലെ കോൺഗ്രസ്സിനും അവർ പിന്തുണ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ പിന്തുണ എന്ന് പറയുന്നത് ആഭ്യന്തരതാരം തുടരുന്നതായിരിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇതിനകത്തുണ്ട്. കാരണം ഇപ്പം ഈ കാത്തലിക് സഭയിലുള്ളവരും എല്ലാ ക്രിസ്ത്യൻ സഭയിലുള്ളവരും പ്രായണ ഇപ്പോൾ BJP-ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. KC പിന്നെ പുഞ്ഞാറിലെ PC ജോർജിനെ പോലെയുള്ള നേതാക്കൾ, ഷോൺ ജോർജിനെ പോലെയുള്ള നേതാക്കളൊക്കെ BJP-യിൽ ചേർന്നിരിക്കുന്നു. ഇനിയും കൂടുതൽ പറഞ്ഞാൽ അറിയാത്ത എത്രയോ പേർ BJP-ക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ സഭയ്ക്ക് ഇപ്പോൾ BJP-യുടെ പ്രവർത്തനത്തെയോ അതിൻ്റെ നയത്തെയോ അവരുടെ നിലപാടുകളെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയെയും അവർക്കൊരു ചതുർത്ഥിയൊന്നുമല്ല പണ്ടത്തെ പോലെ. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു മുന്നറിയിപ്പാണ്. കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ ബേസ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ വേറൊരു ലെസൺ. അപ്പോൾ ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലെ കേരളത്തിൽ നിന്നുള്ള MP-മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയാണ്. അതായത് ഈ ന്യൂനപക്ഷങ്ങളെ BJP ചേർത്ത് നിർത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകലുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓട്ടയടയ്ക്കാനായിട്ട് ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നല്ലോ. പാണക്കാട്ടേക്ക് പോയത് കോൺഗ്രസിൻ്റെ പ്രമുഖയായ പ്രിയങ്ക ഗാന്ധിയാണ്. പാണക്കാട്ട് പോയി ഈ വഖഫ് ബില്ല് വരാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പാസിവ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്താണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. വഖഫ് ബില്ല് വരുമ്പോൾ ഈ NDA-യിലും ഉത്കണ്ഠയുണ്ട്. NDA-യിലെ ഘടകകക്ഷികളെല്ലാം BJP-ക്കൊപ്പം നിൽക്കുമോ? പ്രത്യേകിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ബീഹാറിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടി ജനതാദൾ യു പിന്നെ ഈ ബില്ലിനോടുള്ള സമീപനം എന്തായിരിക്കും? അതുപോലെ LJP ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി, RJD ഇങ്ങനെ തുടങ്ങിയ പാർട്ടികളുടെ നിലപാട്, തെലുങ്കുദേശം പാർട്ടി, ആന്ധ്ര ഭരിക്കുന്ന തെലുങ്കുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി, അവർക്കൊക്കെ മുസ്ലിം വോട്ട് നിർണായകമാണ് അവരവരുടെ സംസ്ഥാനത്ത്. അതുകൊണ്ട് ഈ മുസ്ലിം പ്രീണന വോട്ട് നയമാണോ അടിസ്ഥാനപരമായ നിയമനിർമ്മാണത്തിന് അതിൻ്റെ ആവശ്യകതയ്ക്കുമാണോ ഈ പാർട്ടികൾ മുൻതൂക്കം കൊടുക്കാൻ പോകുന്നതെന്ന് ഈ ആഴ്ചയിൽ അറിയാം. തീർച്ചയായിട്ടും.